ഞാനിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിന്റെ തലസ്ഥാനമായ കവരത്തിയിലാണ്. ഇവിടെ ഒരു കാഴ്ച ഉണ്ട്, നമുക്ക് കാണാം. ഞാനിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിന്റെ തലസ്ഥാനമായ കവരത്തിയിലെ വില്ലേജ് പഞ്ചായത്ത് ഓഫീസിന്റെ നേരെ മുന്നിലാണ്. രാത്രി 8 മണിയാക്കുന്നത്. ഇവിടെ കുറെ ബൈക്കുകൾ നിർത്തിയിട്ടുണ്ടല്ലേ. ഇവിടുത്തെ മെയിൻ വാഹനമാണ് ഇരുചക്ര വാഹനം ബൈക്കായിട്ടും സ്കൂട്ടറായിട്ടും സൈക്കിളായിട്ടും ഒക്കെ ഉള്ള. നമ്മുടെ നാട്ടിലെ പന്ത് കളി നടക്കുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ ബൈക്കുകൾ നിർത്തിയിടുന്നുണ്ടല്ലെങ്കിൽ അതേപോലെ ബൈക്കുകൾ നിർത്തിയിട്ടതാണ്. പക്ഷേ പന്ത് കളിയല്ല ഇവിടെ സംഭവം നടക്കുന്നത്. ഞാനിപ്പോ ഇങ്ങനെ നടന്നു പോവാണ്. നടന്നിട്ട് ഇങ്ങോട്ട് എത്തുന്നില്ല. ഏകദേശം 1 കിലോമീറ്ററോളൊപ്പം ഞാൻ ഈ ഒരു അറ്റത്തേക്കുണ്ട്. ഇതിന്റെ എൻഡിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. അതിന്റെ ഇടയിൽ പോകുന്ന വഴിയിൽ ചില വീടുകളിലേക്കും ചില പിന്നെ ചെറിയ റോഡുകളിലേക്കും ഉണ്ട്. അവിടേക്കൊക്കെ പിന്നെ ഈ ബൈക്ക് നിർത്തിയിട്ടുണ്ട്. അവരവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ, ഇതൊക്കെ ബൈക്ക് ഇങ്ങനെ വന്ന് പോവാണ്. ഇവിടെ നാളെ, ഇന്നിപ്പോ രാത്രിയാണ് 8 മണി, നാളെ ഉച്ചക്ക് ഏകദേശം ഒരു 3 മണിയോട് ബന്ധപ്പെട്ടിട്ട് പെട്രോൾ കൊടുക്കും. ആ പെട്രോൾ കൊടുക്കുന്നതിന് കിട്ടാൻ വേണ്ടിയിട്ട് വരി നിൽക്കുകയാണ്. അത് പെട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഫുൾ ടാങ്ക് അടിക്കാനൊന്നും പറ്റില്ല. ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു കോട്ട. ആ ഒരു കോട്ട ഉള്ളും ഇവർക്ക് കിട്ടുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് രാത്രി തന്നെ ഇവിടെ ബൈക്കുകളൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പ്രത്യേകത, ഇവിടുത്തെ ഗവൺമെന്റ് പിന്നെ ചില സ്ഥാപനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ സാധാരണ കള്ളന്മാരില്ല. ഞാൻ മുമ്പ് പല വീഡിയോകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ബൈക്കിന്റെ മുകളിൽ താക്കോൽ വെച്ചിട്ടാണ് ഇവര് കടയിൽക്കൊക്കെ സാധനം വാങ്ങാൻ പോവും ഒക്കെ ചെയ്യാറുള്ളത്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സംഭവം. ഇതൊരു ജംഗ്ഷനാണ്. അപ്പൊ ഈ ജംഗ്ഷനിൽ ഇങ്ങനെ ലെഫ്റ്റിലേക്കുണ്ട്, റൈറ്റിലേക്കുണ്ട്, സ്ട്രെയിറ്റ് ഉണ്ട്. ലെഫ്റ്റിലേക്ക് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ബോട്ട് ജെട്ടി നിൽക്കുന്ന അവിടേക്കാണ്. ഇനി ഞാൻ ഉറങ്ങാൻ പോവാണ്. ബാക്കി നമുക്ക് രാവിലെ കാണാം. ഇത് കവരത്തിയിലെ മഹാബാങ്ക് എന്നൊരു ഭാഗമാണ്. ഇപ്പൊ സമയം രാവിലെ 7 മണിയായിരിക്കുന്നു. ഞാൻ വളരെ നേരത്തെ എണീച്ചിട്ടുള്ള ഒരു ശീലമുള്ള ആളാണ്. അപ്പൊ രാവിലെ എണീച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ രാത്രി വന്ന ആ വഴി കൂടി ഒന്ന് പോകുന്നു. പക്ഷെ അതിലും കൂടുതൽ ക്യൂ നിൽക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഈ ഒരു വരി അങ്ങനെ പോയിട്ട് ബൈക്കുകൾ അങ്ങനെ നിർത്തി സൈഡ് ആകെ വളരെ ഒരു 3-3.25 മീറ്റർ ഉള്ളൂ ഈ റോഡിന്റെ വീതി. അതന്നെ കോൺക്രീറ്റ് റോഡാണ്. അതിന്റെ സൈഡിലൂടെയാണ് ഇപ്പൊ ഈ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിട്ടുള്ളത്. ഇവിടെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർ ഡ്യൂട്ടി എടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലീൻ ആക്കുന്നില്ല, ആ ഒരു വർക്കും കൂടി നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി ചില ഗ്യാപ്പ് ആണ്. ആ ഗ്യാപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സൈഡിലേക്ക് പോകാനുള്ള ചെറിയ റോഡുകളൊക്കെ ഉണ്ട്. ആ റോഡിലേക്കുള്ള ഒരു ഗ്യാപ്പ് ഇട്ടതാണ്. പിന്നെ ചില കടന്റെ മുന്നിലൊക്കെ. ബാക്കിയുള്ള ഭാഗം കംപ്ലീറ്റ് സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെ ഇട്ടു. ഞാൻ ഇപ്പൊ നടന്നു പോവാണ്. കാരണം നടന്നിട്ട് ഇങ്ങോട്ട് എത്തുന്നില്ല. അത്രയും ദൂരം. ഇനി കുറച്ച് ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ബൈക്കിൽ പോകുന്നുണ്ട്. കണ്ടില്ലേ, അത്രയും നീളത്തില് ബൈക്കുകൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ ബൈക്കുകൾ പെട്ടെന്ന് കേടുവരും. കാരണം കടലിന്റെ അടുത്തായതുകൊണ്ട് ഒരു ഉപ്പിന്റെ ഒരു അംശം ഉണ്ടാവില്ല. കാറ്റിനും ഇതിനൊക്കെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കും ഇവിടുത്തെ ഈ വാഹനങ്ങൾ. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. ഇതൊരു ജംഗ്ഷനാണ്. ചെമ്മണ്ണൂർ ജ്വല്ലറിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഞാന് ഒരു ബൈക്കുകാരനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ബാക്കിൽ ഞാൻ അങ്ങനെ പോകും. മറ്റേ നടന്നിട്ട് എനിക്ക് എത്തുന്നില്ല. ഏകദേശം 1 കിലോമീറ്ററിന്റെ മുകളിലുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ കണ്ടോളൂ. ഇതിങ്ങനെ കംപ്ലീറ്റ് നീളത്തിൽ അങ്ങനെ പോവുകയാണ്. ഇത് കവരത്തി പഞ്ചായത്ത് ഓഫീസ് ഞാൻ മുമ്പ് കാണിച്ചിരുന്നത്. അതിലെ ഇങ്ങനെ നേരെ വന്നിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ പോവുകയാണ്. ഇവിടെ ബൈക്ക് വേറൊരു മോഡലാണ് നിർത്തിയിട്ടില്ലാണ്ടല്ലേ. അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു ഭാഗം കടലാണ്. അവിടെയാണ് ജെട്ടി കാര്യങ്ങളൊക്കെ ഉള്ളത്. ബോട്ട് ജെട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണ് അവിടെ. അങ്ങനെ വന്നിട്ട് ഇതാണ് ഇതിന്റെ ഒരു എൻഡായി വരുന്ന ഭാഗം. ഇവിടെ പോലീസിന്റെ ഒരു ബാരിക്കോഡൊക്കെ വെച്ചിട്ടുണ്ട്, കയറോ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ പെട്രോൾ പമ്പ് ഒന്ന് കാണാം. ഇന്ത്യൻ ഓയിലിന്റെ പമ്പാണുള്ളത്. അതാണ് ഈ കാണുന്ന പമ്പ്. ഇതാണ് ആ പമ്പ്. ഇവിടുന്നാണ് ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് എണ്ണ കൊടുക്കുക എന്ന് പറയുന്നുള്ളത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്. ഇന്നിപ്പോ 2000 ലിറ്ററാണ് ഇവിടെ കൊടുക്കുക എന്ന് പറഞ്ഞത്. ഭയങ്കര ടൈറ്റാണ് പെട്രോളിനൂടെ.
ഞങ്ങൾ ദൂരെ നോക്കിയാൽ കണ്ടില്ല, അവിടെ കടല്. അപ്പൊ ഇവിടുത്തെ പെട്രോൾ ക്ഷാമത്തിനെ പറ്റിയിട്ട് നമ്മുടെ ഈ ദ്വീപ് നിവാസികളുടെ ഒരു സംസാരമൊക്കെ ഒന്ന് കേൾക്കാം നമുക്ക്. അപ്പൊ കേട്ടോളൂ. എന്റെ പേര് ബഷീർ. ബഷീർ സാഹിബ് പറയൂ, എന്താ അവസ്ഥ അവിടെ? ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഷിപ്പാണ് ഇവിടെ ഈ പെട്രോൾ എത്തിക്കുന്നത്. അതിപ്പോ ഡോക്കിലാണ് കിടക്കുന്നത് മെയിൻ്റെനൻസിന് വേണ്ടി. അത് കാരണമാണ് ഇപ്പൊ ഈ പെട്രോൾ ക്ഷാമം വന്നിരിക്കുന്നത്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രശ്നം വന്നിരിക്കുന്നത് ഇവരൊരു ബദൽ സംവിധാനം കാണാതെ പോയതിന്റെ പ്രശ്നമാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇത് പ്രശ്നമൊന്നും വരില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇനി ഒരു മാസം കൂടി ചിലപ്പോ വരും എടുക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ എത്രയാണ് ഒരു ദിവസം ഒരാൾക്ക് എടുക്കുക? നേരത്തെ 5 കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാത്തിലും പെട്രോൾ കുറഞ്ഞതുകൊണ്ട് ഇനി മുന്നോട്ട് ബൈക്കിന് 3, ഓട്ടോ പോലെയുള്ള വാഹനമൊക്കെ 4, പിന്നെ മറ്റു വാഹനങ്ങൾക്ക് 8, 10 അങ്ങനെ 4 വീലറൊക്കെ. പക്ഷെ അതുകൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഓട്ടോ എന്ന് പറയുന്നത് ജീവിതമാർഗത്തിന് വേണ്ടി ഓടുന്നവരൊക്കെയാണ്. അവർക്ക് 4 ലിറ്റർ കൊണ്ട് 1-2 ദിവസം പോലും ഓടാൻ പറ്റില്ല. അപ്പൊ അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് പലപ്പോഴും ഇങ്ങനെ നമുക്ക് അങ്ങനെ വരും. നമ്മുടെ ഇവിടുത്തെ ആ ഒരു ജോഗ്രഫിക്കൽ കണ്ടീഷൻ അങ്ങനെയാണ്. പലപ്പോഴും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരും. ഇതിന് കണ്ട സംവിധാനം ഇവർ ആദ്യം കണ്ടുപിടിക്കേണ്ടായിരുന്നു. ഇതിനുള്ള ഈ കപ്പൽ അടുത്താണ് ഇങ്ങനെ ആയതല്ലേ, ഇതുവരെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഓക്കെ, എന്നാല് ഇപ്പൊ സമയം ഉച്ചക്ക് 3 മണി. അത്യാവശ്യം നല്ല വെയിലുണ്ട്. കഴിഞ്ഞ രാത്രി മുതൽ തുടങ്ങിയ വരി നിൽക്കലാണ്. അതിനൊരു ശമനം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് കംപ്ലീറ്റ് ബൈക്കിന്റെ മുകളിൽ ആളുകളുണ്ടായിരുന്നു. മുമ്പ് ഞാൻ കാണിച്ച സമയത്ത് ബൈക്കിന്റെ മുകളിൽ ആളുകളില്ലായിരുന്നു. കാരണം ബൈക്ക് അവിടെ വെച്ചിട്ട് അവർ പോയതായിരുന്നു. ഇപ്പൊ എണ്ണ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഒരു 3 മണിക്ക് ശേഷം എണ്ണ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതിന്റെ വണ്ടിയിൽ നിന്നിട്ട് റെഡി അറ്റൻഷൻ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ബാക്കി കാഴ്ചകൾ കാണാം. സ്ത്രീകളും ഒക്കെ ഉണ്ട് ഇവിടെ. കൂടുതലും ബൈക്കാണുള്ളത്. ഇവിടെ ഇലക്ട്രിക് വാഹനങ്ങൾ കുറവാണ്. പൊതുവെ ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും എല്ലാവർക്കും സൈക്കിൾ മതി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ആകെ ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവാണ് ഉള്ളത്. അതിന്റെ ചുറ്റളവിലൂടെ സഞ്ചരിക്കാൻ സൈക്കിൾ ധാരാളമാണ്. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് സാധാരണ സൈക്കിൾ മേലാണ് പോകാറുള്ളത്. ഇത് ഞാൻ മുമ്പ് കാണിച്ചിരുന്ന ആ കവരത്തി പഞ്ചായത്ത് ഓഫീസിന്റെ ആ ഒരു ഫ്രണ്ട് ഭാഗമാണ്. ഇനിയിപ്പോ പമ്പിന്റെ അങ്ങോട്ടേക്ക് ഇനി അധികം ദൂരമൊന്നുമില്ല. സ്ത്രീകളൊക്കെ ഒരുക്കുന്നുണ്ടല്ലോ, അവരൊക്കെ നടന്ന് കളിക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം എത്താനയക്കുന്നു. അങ്ങ് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ കടലും പിന്നെ വെസ്റ്റേൺ ജെറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. കപ്പൽ വരുന്നതും ഒക്കെ ഉള്ള മുമ്പ് ഞാൻ കാണിച്ചിരുന്ന ആ ഒരു വീഡിയോ, വെസൽ ഇറങ്ങുന്ന ഭാഗങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണുള്ളത്. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഇത് ലെഫ്റ്റിലേക്കുള്ള റോഡ്. ഇവിടെ ചെറിയൊരു ടി മോഡലാണ് ഈ ഒരു ഭാഗം ഉള്ളത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആണ്. ഇനിയിപ്പോൾ അധികം ദൂരമല്ല പെട്രോൾ പമ്പിന്റെ ആ ഭാഗത്തേക്ക്. എല്ലാവരും വരി നിൽക്കണ്ടേ, എല്ലാവരും അച്ചടക്കത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. യാതൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും പോലീസ് ഇടക്ക് പിന്നെ തിരക്ക് ഒഴിവാക്കാനൊക്കെ ഉണ്ട്. ചിലരതിൻ്റെ ഇടയിൽ കൂടെ ഉന്തി കയറ്റുന്നുണ്ടോ ഒരു സംശയമുണ്ട്. ഓട്ടോറിക്ഷയും പിന്നെ അങ്ങനത്തെ 4 ഇരുചക്ര വാഹനം അല്ലാത്ത വാഹനങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ഒരു അങ്ങനെ സിംഗിളായിട്ട് പോകുന്നുണ്ട്. അതിന് വലിയ തിരക്ക് കാണാനില്ല. അപ്പൊ ഇതാണ് ആ ഒരു ഭാഗം. ഇതാണ് ഇന്ത്യൻ ഓയിലിന്റെ ഭാഗം. ഇവിടുന്നാണ് കൊടുക്കുന്നത്. അങ്ങ് ദൂരെ കാണുന്ന ഈ ഒരു ഭാഗമാണ് കടലും ഈസ്റ്റേൺ ജെട്ടിയാണ് ആ ഒരു ഭാഗത്തുള്ളത്. പമ്പിന്റെ അങ്ങോട്ടേക്ക് പോവാണ്. ഇനി അവിടുത്തെ അവസ്ഥ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാമല്ലോ. അപ്പോൾ വരിയൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ. അപ്പൊ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഇന്ന് രാത്രി 10 മണി വരെ എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ ഇരിക്കാനൊരു സ്ഥലമുണ്ട് ഈ ഒരു സൈഡിൽ. അപ്പൊ ഇരുന്നിട്ട് അങ്ങനെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ വേറെ പണിയൊന്നുമില്ല. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനത്തെ കാഴ്ചകൾ കാണലാണ് ഇവിടുത്തെ കാര്യമായിട്ട് പണി ദ്വീപിൽ വന്നാലുള്ളത്. 300 രൂപക്കാണ് കൊടുക്കുന്നത്. 2 ലിറ്ററും 90 മില്ലിയും. 4 ചക്ര വാഹനക്കാർ ഈ ഒരു സൈഡിൽ നിന്ന് ഒരടിച്ച് വേറെ പോകുന്നുണ്ട്. അതിന് വലിയ തിരക്കോ കാര്യങ്ങളോ. കാരണം പൊതുവെ 4 ചക്ര വാഹനം വളരെ കുറവാണ്. ഇവിടെ സിസ്റ്റം ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. കമ്പ്യൂട്ടറിൽ ഇവരെ വണ്ടി നമ്പറൊക്കെ എൻ്റർ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ചില വിദ്വാന്മാർ പിന്നെ വന്ന് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ ഓരോരുത്തർക്ക് ഇത്ര 2 ലിറ്ററും 300 രൂപ എന്ന് പറഞ്ഞില്ലേ, ആ ഒരു 300 രൂപക്കാണ് ഇപ്പൊ കൊടുക്കുക. ഇനി ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലുള്ളൂ ബാക്കി പെട്രോൾ കിട്ടുക. അപ്പൊ അതിനുവേണ്ടി എൻ്റർ ചെയ്യണത് ഇവര്. അപ്പൊ ഇനി ഞാനിപ്പോൾ അവിടുന്ന് നേരെ നമ്മളൊരു സുഹൃത്തിന്റെ ബൈക്കില്
ഈ ലൈൻ ഒന്ന് കാണാൻ അങ്ങനെ പോകണം. ലക്ഷദ്വീപിൽ എന്ന് പറഞ്ഞാൽ ആകെ വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ദിവസം 1.5 ദിവസം കാണാനുള്ള സ്ഥലമുള്ള ആകെയുള്ളത്. ഞാൻ ഇപ്പൊ വന്നിട്ട് 2-3 ദിവസം അയക്കുന്നു. ഞാൻ അവിടെ പലതവണ വന്നിട്ടുണ്ട്. ഇന്ന് വേറെ ഒരു ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടി വന്ന സമയത്ത് അങ്ങനെ നമ്മൾ ഇവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ കൈ കാട്ടിയാൽ തന്നെ ആളുകൾ നമ്മളെ ബൈക്കിൽ കൊണ്ടുപോകും. ഫ്രീ സർവീസാണ്. പിന്നെ ബൈക്ക് ഇവിടെ വാടകയ്ക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മള് ഇപ്പൊ വന്ന ആ വഴിക്കൂടി ഞാൻ അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇനി കാണാം. ഇതൊരു ജംഗ്ഷനാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, അങ്ങനെ നേരത്തെ പോയത് ഞാൻ മുമ്പ് കാണിച്ചിരുന്നത് മഹാബാങ്ക് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്താണ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ ഈ ഒരു വയസ്സായ പുള്ളിക്കാരനുണ്ട് ഇവിടെ. നമ്മൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ എന്നുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഇപ്പൊ എങ്ങനെ പോവുകയാണ് കാണാൻ നമുക്ക്. ഇനി ബൈക്കിൽ അങ്ങനെ പോകുമ്പോ നല്ല രസമാണ്. നടന്നു പോകുമ്പോ നമുക്ക് ആകെ ഒരു ചടപ്പാണ്. ഇവിടെ എന്തോ സ്കൂൾ കുട്ടികളൊക്കെ എന്തോ ഒരു ടീച്ചർമാരാവുന്നുണ്ട്, യൂണിഫോം ഒക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്, സാരിയും തട്ടൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഇനി അങ്ങനെ കാണാം നമുക്ക്. രാവിലെ ഇവിടെ ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങോട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു കിലോമീറ്ററിന്റെ മുകളിൽ കടന്നുണ്ടാവില്ലേ? പക്ഷെ ഇവർക്കൊക്കെ ഒന്ന് കൊടുത്തു കഴിയോ? 10 വരെ കൊടുത്തു. 10 മണി വരെ യാത്ര കൊടുക്കും. നമുക്ക് തിരിച്ചു പോവാം. ഇതാണ് നമ്മൾ തിരിച്ചാ പോകാൻ പോകുന്നത്. ഇദ്ദേഹത്തിന്റെ ബൈക്കിലാണ് ഞങ്ങൾ ഈ ഇപ്പൊ കണ്ടത്. പെട്രോള് പിന്നെ എന്റെ ക്യൂ. ഇപ്പൊ സമയം രാത്രി 8 മണി. ഞാൻ നേരത്തെ ഉച്ചക്ക് ഒരു വീഡിയോ കാണിച്ചിരുന്നു, കഴിഞ്ഞ ദിവസം രാത്രി കാണിച്ചിരുന്നു. അപ്പൊ ഇപ്പോഴും പിന്നെ പെട്രോൾ കൊടുക്കൽ കഴിഞ്ഞിട്ടില്ല വെച്ചാൽ തീർന്നിട്ടില്ല, കിട്ടിക്കഴിഞ്ഞിട്ടില്ല പലർക്കും. അപ്പൊ അവിടെ ഇങ്ങനെ പലരും വരി നിൽക്കുകയാണ്. കാരണം രാവിലെ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അതിന് പുറമെ ജോലിയുള്ളവരുണ്ട്, പിന്നെ ബൈക്ക് നിർത്തിയിട്ടവരുണ്ട്. പിന്നെ നിർത്തിയിട്ടാലും തൊട്ടടുത്തുള്ള ആളുകൾ അങ്ങനെ ഉന്തി അങ്ങനെ ആയിക്കോളും. ഇവിടെ ഭയങ്കര സഹകരണമാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ അതുണ്ടല്ലോ ഇങ്ങനെ പോകുന്നുണ്ട്. പുരുഷന്മാര് സ്ത്രീകളൊക്കെ ഉണ്ട്. പിന്നെ കൂടുതലും ചെറുപ്പക്കാരാണ് ഉള്ളത്. ഇത് ആ മഹാബാങ്ക് ഞാൻ മുമ്പ് കാണിച്ചിരുന്നില്ലേ, ആ മഹാബാങ്കിന്റെ അവിടുന്ന് പിന്നെയും അങ്ങനെ എത്രയോ ദൂരം അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഒന്ന് കിട്ടുമെന്നറിയില്ല. പലരും ഹായ് പറയുന്നുണ്ട്. കാരണം ഉറപ്പില്ല കിട്ടുന്നുള്ള കാര്യം. 10 മണി വരെയാണ് കൊടുക്കുക എന്നാ പറഞ്ഞുള്ളത്. ഇപ്പൊ സമയം ഏകദേശം 8 മണി കഴിഞ്ഞല്ലോ. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ഏകദേശം വരി കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കഴിഞ്ഞിട്ടില്ല. ഏകദേശം ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ 2 കിലോമീറ്ററിന്റെ മുകളിൽ ഇപ്പൊ തന്നെ ഉണ്ട്. മുമ്പ് തന്നെ ഏകദേശം 1 കിലോമീറ്റർ രാവിലെ ഏകദേശം കണ്ടിരുന്നു. ഇപ്പൊ അതിലും കൂടുതൽ നിൽക്കുകയാണ്. കണ്ടില്ലേ, അങ്ങനെ പോയി വളരെ ബുദ്ധിമുട്ടാണ് ഈ ദ്വീപുകാരെ അവസ്ഥ. ഇവിടെ അവർക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമ്മളെ നാട്ടിൽ നിന്ന് എത്തിയിട്ട് വേണം. അപ്പൊ ഇനി ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. നമുക്ക് പുതിയ കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എന്നാൽ ബൈ. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.